ഹലോ ഫ്രണ്ട്സ്, UGPSCയിലേക്ക് സ്വാഗതം. ഭൂനികുതി വ്യവസ്ഥകളാണ്. ബ്രിട്ടീഷ് ഭരണത്തിനു കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന നികുതി സമ്പ്രദായങ്ങളാണ്. ഇതിനെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റയട്ട് വാരി, മഹൽവാരി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ്. ആദ്യമായി ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ സെമിന്ദാരി സമ്പ്രദായം എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഉദ്യോഗസ്ഥൻ ജോൺ ഷോർ. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ജോൺ ഷോറാണ്. സവിശേഷതകൾ വന്നിട്ട്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ ആയിരുന്നു. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ സെമീന്ദാർ ആയിരുന്നു. സെമീന്ദാർമാർ ഭൂ ഉടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി മാറി. വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു. മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ നികുതിയായി നൽകിയിരുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ കർഷകർ നികുതിയായി വിളവിൻ്റെ 60% നൽകണമായിരുന്നു. റയട്ട് വാരി. റയട്ട് എന്നാൽ കർഷകർ എന്നാണ്. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് റയട്ട് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയത്. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന ഭൂനികുതി വ്യവസ്ഥയാണ് റയട്ട് വാരി വ്യവസ്ഥ. റയട്ട് വാരി സമ്പ്രദായം കൊണ്ടുവന്ന സമയത്ത് ബംഗാൾ ഗവർണർ ജനറൽ ഹേസ്റ്റിങ്സ് പ്രഭുവാണ്. ഹേസ്റ്റിങ്സ് പ്രഭു. മദ്രാസിൽ റയട്ട് വാരി സമ്പ്രദായം കൊണ്ടുവന്ന മദ്രാസ് ഗവർണർ തോമസ് മൺറോ. അടുത്തത് മഹൽവാരി വ്യവസ്ഥ. മഹൽ എന്നാൽ ഗ്രാമം എന്നാണ്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത്. മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തലവന്മാർ ആയിരുന്നു നികുതി പിരിച്ചിരുന്നത്. മഹൽവാരി വ്യവസ്ഥയിൽ ഒരു ഗ്രാമത്തെ ഓരോ യൂണിറ്റായി കണക്കാക്കിയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.